എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ള സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ നോർക്ക കെയർ സെപ്റ്റംബർ 22 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പ്രവാസി ഐഡിയോ NRK ഐഡിയോ ഉള്ളവർക്ക് ഒക്ടോബർ 21 വരെ ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. നോർക്ക കെയറിൻ്റെ വിശദാംശങ്ങളും ഹോസ്പിറ്റൽ ലിസ്റ്റും അടങ്ങിയ വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നോർക്ക ഐഡിക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ വീഡിയോയും കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ വീഡിയോകളുടെയൊക്കെ ലിങ്ക് മുകളിലായി ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. ഓൺലൈനായി നോർക്ക ഹെൽത്ത് ഇൻഷുറൻസിന് എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ വീഡിയോയും ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് നോർക്ക കെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംശയങ്ങളും അവയ്ക്ക് നോർക്ക നൽകിയിട്ടുള്ള മറുപടിയുമാണ് പരിശോധിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ചോദ്യം എന്താണ് നോർക്ക കെയർ എന്നുള്ളതാണ്. വാലിഡായിട്ടുള്ള ID കാർഡുള്ള പ്രവാസികൾക്കും അവരുടെ ഫാമിലിക്കും നൽകുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. ഇതിൽ 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസും ലഭിക്കും. പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ലഭിക്കുന്നത് കാർഡ് ഹോൾഡർ അല്ലെങ്കിൽ ആപ്ലിക്കൻറ്റിന് മാത്രമായിരിക്കും. ഫാമിലിക്ക് മുഴുവനായി ലഭിക്കുന്നത് 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രമായിരിക്കും. ഇവിടെ ഫാമിലി എന്നാൽ ഹസ്ബൻഡും വൈഫും 25 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികളും അടങ്ങുന്നതാണ്. അഡീഷണലായി ഒരു കുട്ടിയെ കൂടി ചേർക്കണമെങ്കിൽ 4130 രൂപ അടയ്ക്കേണ്ടി വരും. അങ്ങനെ മാക്സിമം 3 കുട്ടികളെ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അടുത്തത് നോർക്ക ID കാർഡിൻ്റെ വാലിഡിറ്റി എത്രയാണെന്നാണ്. 3 വർഷമാണ് നോർക്ക ID കാർഡിൻ്റെ വാലിഡിറ്റി. നോർക്ക ID കാർഡ് പ്രവാസി ID, NRK ID, സ്റ്റുഡൻറ്റ് ID ഇങ്ങനെ 3 തരത്തിലുണ്ട്. ഈ ഐഡിയിൽ ഏതെങ്കിലും ഒന്നുള്ളവർക്ക് മാത്രമേ നോർക്ക കെയർ ഇൻഷുറൻസ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രവാസി IDക്കും NRK ID, സ്റ്റുഡൻറ്റ് IDക്കുമൊക്കെ 408 രൂപയാണ് ചാർജായിട്ട് വരുന്നത്. 3 വർഷം കഴിയുമ്പോൾ ഇത് നമുക്ക് പുതുക്കിയെടുക്കാം. വാലിഡായിട്ടുള്ളൊരു ID ഉണ്ടെങ്കിൽ മാത്രമേ നോർക്ക ഇൻഷുറൻസ് നിലനിൽക്കുകയുള്ളൂ. അടുത്തത് പ്രവാസി ID ബൾക്കായിട്ട് എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. പ്രവാസി സംഘടനകളുമായി ബന്ധപ്പെട്ട് ബൾക്കായിട്ട് എടുക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അടുത്തത് നോർക്ക കെയർ ഇൻഷുറൻസിൻ്റെ പ്രൊവൈഡർ ആരാണെന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനമായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയാണ് നോർക്ക കെയറിൻ്റെ പ്രൊവൈഡർ. അടുത്തത് കവറേജ് എമൗണ്ട് അല്ലെങ്കിൽ സം ഇൻഷ്വേർഡ് എത്ര രൂപയാണെന്നാണ്. 5 ലക്ഷം രൂപയുടെ കവറേജാണ് ഫാമിലിക്ക് മൊത്തമായിട്ട് ലഭിക്കുന്നത് പെർ ഇയർ, ഒരു വർഷം. കൂടാതെ നേരത്തെ പറഞ്ഞ 10 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസും ലഭിക്കും. രണ്ടും ഗ്രൂപ്പ് ഇൻഷുറൻസ് കാറ്റഗറിയിലാണ് വരുന്നത്. അടുത്ത സംശയം നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രീമിയം നിരക്കുകൾ എത്രയാണെന്നതിനെക്കുറിച്ചാണ്. ഭാര്യ, ഭർത്താവ്, 25 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികളടക്കം ഉള്ള ഫാമിലിക്ക് 13,411 രൂപയാണ്. ഒരു വ്യക്തിക്ക് മാത്രമാണെങ്കിൽ 8,101 രൂപയുമാണ്. അധികമായി വരുന്ന ഈ 4 മെമ്പേഴ്സിൽ കൂടാതെ അധികമായി വരുന്ന ഓരോ കുട്ടിക്കും 4,130 രൂപ വെച്ചടയ്ക്കണം. അങ്ങനെ അഡീഷണൽ 3 കുട്ടികൾ വരെ നമുക്ക് പരമാവധി ചേർക്കുവാനും സാധിക്കും. ഫാമിലിയിൽ ഉൾപ്പെടുന്ന 25 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികൾ കൂടാതെയാണ് ഈ 3 കുട്ടികളെ കൂടി നമുക്ക് ചേർക്കാൻ സാധിക്കുന്നത് അഡീഷണൽ പ്രീമിയം അടച്ച്. അടുത്തത് സം ഇൻഷേർഡ്, ഈ 5 ലക്ഷം അതേപോലെ തന്നെ 10 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് ഇങ്ങനെയുള്ള ഈ എമൗണ്ടുകൾ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കത്തില്ല. 5 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ പേഴ്സണൽ ഇൻഷുറൻസും മാത്രമായിരിക്കും ഉണ്ടാവുക. പിന്നീട് നമുക്കത് വർദ്ധിപ്പിക്കുവാൻ സാധിക്കില്ല. അതുപോലെ ടോപ്പപ്പ് ചെയ്യുവാനോ ആഡ് ഓൺ ഓപ്ഷൻ കൊടുക്കുവാനോ ഒന്നും സാധിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് പ്രീമിയം ഇൻസ്റ്റാൾമെൻ്റായിട്ട് അടയ്ക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ അടയ്ക്കാൻ കഴിയില്ല. LIC ഒക്കെ അടയ്ക്കുന്ന പോലെ ക്വാർട്ടർലി, ഹാഫ് ഇയർലി, മന്ത്ലി അങ്ങനെയുള്ള സ്കീമിലൊന്നും അടയ്ക്കാൻ സാധിക്കത്തില്ല. ലംസമായിട്ട് ഇയർലി തന്നെ അടയ്ക്കേണ്ടി വരും. മാത്രവുമല്ല ഓരോ വർഷവും പ്രീമിയം റിന്യൂവലുമുണ്ട്. ഇനി അടുത്ത വർഷമാണ് അടയ്ക്കേണ്ടുന്നത്. നവംബർ 1 മുതൽ പോളിസി പ്രാബല്യത്തിൽ വരുമെങ്കിലും നെക്സ്റ്റ് റിന്യൂവൽ പ്രീമിയം അടയ്ക്കേണ്ടുന്നത് 2026 ഒക്ടോബർ മാസത്തിലാണ്. അടുത്ത പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, വിൽ ദിസ് പോളിസി കണ്ടിന്യൂ ഇഫ് ലോസ് മൈ ജോബ് ബട്ട് റീറ്റെയിൻ മൈ നോർക്ക ID? നോർക്ക ID നിലവിലുണ്ട്, പക്ഷേ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഇൻഷുറൻസ് നിലനിൽക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് നിലനിൽക്കും എന്ന് തന്നെയാണ് മറുപടിയും കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ മറുപടി ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. യെസ്, കവറേജ് വിൽ കണ്ടിന്യൂ അണ്ടിൽ റിന്യൂവൽ വരെ കവറേജ് നിലനിൽക്കും. പക്ഷേ റിന്യൂ ചെയ്യാൻ എന്ത് വേണം? വാലിഡ് നോർക്ക ID ഈസ് റിക്വയർഡ് അറ്റ് റിന്യൂവൽ. അതായത് നമുക്ക് വാലിഡായിട്ടുള്ളൊരു
നോർക്ക ID ഉള്ള കാലം മാത്രമേ ഈ ഇൻഷുറൻസ് നിലനിൽക്കുകയുള്ളൂ എന്ന് അതിനർത്ഥം. വാലിഡായിട്ടുള്ളൊരു നോർക്ക ID വേണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഇപ്പോൾ വിദേശത്തായിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ID ഉള്ള ആളായിരിക്കണം. ചുരുക്കത്തിൽ വിദേശവാസം അവസാനിപ്പിച്ച് നാട്ടിൽ വരുന്ന പക്ഷം ഈ ഒരു ഇൻഷുറൻസ് നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. അതിന് പകരം പറയുന്നത് നമുക്ക് ഈ ഇൻഷുറൻസ് മറ്റേതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിലേക്കോ പ്രൈവറ്റ് കമ്പനിയിലേക്കോ ന്യൂ ഇന്ത്യയുടെ തന്നെ ഇൻഷുറൻസിലേക്കോ പോർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ അവരുടെ പ്രീമിയമാണ് നമ്മൾ അടയ്ക്കേണ്ടി വരിക. കണ്ടീഷൻസ് എല്ലാം ഇത് നോർക്കയിലെ കണ്ടീഷൻസ് തന്നെയായിരിക്കും അവിടെയും പ്രാബല്യത്തിലുണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെയുള്ളൊരു പരിഹാരം സമീപഭാവിയിൽ ഉണ്ടാകും എന്നൊരു ആശ്വാസവും ഇതിനോടൊപ്പം നോർക്ക നൽകുന്നുണ്ട്. അടുത്തത് എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു സംശയമാണ്, ഈ നോർക്ക ID മാൻഡേറ്ററി ഫോർ ഓൾ ഫാമിലി മെമ്പേഴ്സ്, എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നോർക്ക ID ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എനിക്കും ഉണ്ടായൊരു സംശയമായിരുന്നു ഇത്. എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നോർക്ക ID ആവശ്യമില്ല. പ്രൈമറി ആപ്ലിക്കൻറ്റിന് മാത്രം നോർക്ക ID ആവശ്യമായിട്ടുള്ളൂ. അതായത് ഇപ്പോൾ വിദേശത്താണെങ്കിൽ ആ വിദേശത്തുള്ള വ്യക്തിക്ക് മാത്രം നോർക്ക ID മതി. ബാക്കി നാട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനെ മുഴുവനും നമ്മൾ പറഞ്ഞ പോലെ ആ 4 പേരെയും അല്ലെങ്കിൽ അഡീഷണൽ വരുന്നവരെയും ഒക്കെ ആഡ് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ ഈ പ്രൈമറി ആപ്ലിക്കൻറ്റിന് മാത്രമേ, അല്ലെങ്കിൽ നോർക്ക ID ഉള്ള ആൾക്ക് മാത്രമേ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ആയ 10 ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുകയുള്ളൂ. അടുത്തത്, ഈ വിൻഡോ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായി പദ്ധതിയിൽ ചേരാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. സാധാരണ ഇൻഷുറൻസിനൊക്കെ ചേരുന്ന ഘട്ടത്തിൽ പറയുന്ന പോലെ നോക്കാം, കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. 2025 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 21 വരെയുള്ള ഒരു മാസ കാലയളവാണ് ഓൺലൈനായി ഈ പദ്ധതിയിൽ ചേരാൻ നമുക്ക് തന്നിരിക്കുന്ന സമയം. അടുത്തത്, എന്തൊക്കെ എക്സ്പെൻസ് കവർ ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. IPD ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റൊക്കെ കവർ ചെയ്യും. 24 അവേഴ്സ് മിനിമം ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കണം. കൂടാതെ എമർജൻസി, പ്ലാൻഡ് അഡ്മിഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ, അതേപോലെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 60 ഡേയ്സാണ്. പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് 30 ഡേയ്സാണ്. പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 5000 മാക്സിമം എമൗണ്ട്. അതുപോലെ കാറ്ററാക്റ്റിന് 30,000 രൂപയാണ് ഒരു കണ്ണിന് ലഭിക്കുന്നത്. അതുകൂടാതെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കവർ ചെയ്യും. പക്ഷേ ആ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന മാറ്റിവെക്കുന്ന ഓർഗൺ അവയവത്തിനുള്ള ചിലവ് വഹിക്കത്തില്ല. അതുപോലെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് 50,000 രൂപ ലഭിക്കും. ഇൻപേഷ്യൻ്റായിട്ട് 24 അവേഴ്സ് മിനിമം കിടന്നിരിക്കണം. ഒരു വർഷത്തിലാണ് മാക്സിമം 50,000 രൂപ ലഭിക്കുന്നത്. ആംബുലൻസ് ചാർജ് പെർ ഇയർ 2,000 രൂപയാണ് ലഭിക്കുന്നത്. റൂം റെൻറ്റ് പെർ ഡേ 5,000 രൂപ മാക്സിമം ലഭിക്കും. ICU പെർ ഡേ 10,000 രൂപയാണ് മാക്സിമം ലഭിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്സ്പെൻസുകൾ കവർ ചെയ്യുന്നത്. നോർക്ക കെയർ പദ്ധതിയിൽ പേരൻസിൻ്റെ ഇൻഷുറൻസ് കവറേജ് കൂടി, ഹെൽത്ത് ഇൻഷുറൻസ് കൂടി കവർ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കവർ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, 25 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഈ ഇൻഷുറൻസ് കവർ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് രസകരമായ ഒരു മറുപടിയാണ് നോർക്ക നൽകിയിരിക്കുന്നത്. അവർക്ക് നോർക്ക ID കാർഡ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇൻഷുറൻസ്, കെയർ ഇൻഷുറൻസ് എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നോർക്ക പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അടുത്തത്, ക്യാൻസറും ഡയാലിസിസും ഒക്കെ കവർ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും കവർ ചെയ്യും എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്ന ആൻസർ. അടുത്തത്, ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ വെച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ കവർ ചെയ്യില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ GCC രാജ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ട് എന്നാണ് അടുത്ത സമയത്തെ പത്രവാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അടുത്തത്, ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കവർ ചെയ്യും, പക്ഷേ ആക്സിഡൻറ്റിനെ തുടർന്നുണ്ടാകുന്ന ഇൻപേഷ്യൻ്റായിട്ടുള്ള ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ് മാത്രമേ കവർ ചെയ്യുകയുള്ളൂ. അടുത്തത്, നോ ക്ലെയിം ബോണസ് കൊടുക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ പണം അടച്ച് ഇൻഷുറൻസ് എടുത്തതിന് ശേഷം ക്ലെയിം ഒന്നും ചെയ്യാൻ പോകുന്നില്ല, തൊട്ടടുത്ത വർഷം അടയ്ക്കുമ്പോൾ എന്തെങ്കിലും കുറവ് വരുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള യാതൊരു കുറവും വരത്തില്ല, നോ ക്ലെയിം ബോണസ് ഇല്ല. അടുത്തത്, ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ കഴിയില്ല. നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിൽ മാത്രമേ ട്രീറ്റ്മെൻറ്റ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകൾ ഏതൊക്കെയാണെന്ന് ഹോസ്പിറ്റൽ ലിസ്റ്റ് സംബന്ധമായ വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിരിക്കാം. അടുത്തത്, കോ പേയ്മെൻ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ചില പോളിസികളൊക്കെ എടുക്കുമ്പോൾ 5% കോ പേയ്മെൻറ്റ്, സീനിയർ സിറ്റിസൻ്റെ പോളിസി ആണെങ്കിൽ 30% കോ പേയ്മെൻറ്റ് ഉണ്ട്. അതായത് മൊത്തം ഹോസ്പിറ്റൽ ചിലവിൻ്റെ 30% ആണെങ്കിൽ 30% നമ്മൾ അടയ്ക്കണം, 70% മാത്രമേ ഇൻഷുറൻസ് കമ്പനി തരികയുള്ളൂ. ഇവിടെ അങ്ങനെ യാതൊരുവിധ കോ പേയ്മെൻറ്റും ഇല്ല, മുഴുവൻ തുകയും ഇൻഷുറൻസ് കമ്പനി തന്നെ പേ ചെയ്തുകൊള്ളും. അടുത്തത്, ഈസ് ദെയർ
വെയിറ്റിംഗ് പീരീഡ് ബിഫോർ ക്ലെയിമിംഗ്. നമ്മൾ ക്ലെയിം ചെയ്യുന്നതിന് എന്തെങ്കിലും വെയിറ്റിംഗ് പീരീഡ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യാതൊരുവിധ വെയിറ്റിംഗ് പീരീഡുമില്ല. സാധാരണ പ്രൈവറ്റ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിനൊക്കെ ഒരു മാസം കൂളിംഗ് പീരീഡാണ്. അതിനുശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യൂ ആക്സിഡൻ്റ് ഒഴികെയുള്ള കേസുകളിൽ. അത് കഴിഞ്ഞതിന് ശേഷം ചില അസുഖങ്ങൾക്കൊക്കെ 2 വർഷവും മറ്റ് ചില അസുഖങ്ങൾക്ക് 3 വർഷവും ഒക്കെ കാത്തിരുന്നതിന് ശേഷം മാത്രമേ ഇൻഷുറൻസ് ലഭിക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെ യാതൊരുവിധ കാത്തിരിപ്പിൻ്റെയും ആവശ്യമില്ല. മാത്രവുമല്ല, നിലവിലുള്ള അസുഖങ്ങൾക്ക് PED, പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനും കവറേജ് ലഭിക്കും. ഇന്ത്യയിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയും ഇത് നൽകുന്നില്ല എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അടുത്തത് റീഇംബേഴ്സ്മെൻറ്റ് അപേക്ഷ കൊടുക്കുന്നതിനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്നാണ്. ക്യാഷ്ലെസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ലഭിക്കാത്ത സാഹചര്യങ്ങളിലാണ് റീഇംബേഴ്സ്മെൻറ്റിന് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് തുടങ്ങിയവ. ഇതിന് വേണ്ടുന്നത് ഡിസ്ചാർജായി 30 ദിവസത്തിനുള്ളിൽ നമ്മളിവിടെ പറയുന്ന രേഖകൾ സഹിതം ആപ്ലിക്കേഷൻ കൊടുക്കണമെന്നാണ്. റീഇംബേഴ്സ്മെൻറ്റ് ക്ലെയിം ഫോം അത് സൈറ്റിൽ നിന്ന് ലഭിക്കും. ഹോസ്പിറ്റൽ ബില്ലും റെസിപ്റ്റ്സും അതിൻ്റെ ഒറിജിനലാണ് വേണ്ടുന്നത്. ഡിസ്ചാർജ് സമ്മറി, പ്രിസ്ക്രിപ്ഷൻസ്, ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട്സ്, ബാങ്ക് ഡീറ്റെയിൽസ്, റീഫണ്ടിന് വേണ്ടി ബാങ്ക് ഡീറ്റെയിൽസ്, നോർക്ക സൈറ്റിലെ സ്റ്റാറ്റസ് എന്നിവ അടങ്ങിയ അപേക്ഷയാണ് നൽകേണ്ടത്. അടുത്തത്, ഒരേ സമയം 2 ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾ ഉണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. കഴിയും എന്നാണ് അതിൻ്റെ ആൻസർ. എല്ലാ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരേ നിയമം തന്നെയാണ്. അതായത് ക്യാഷ്ലെസ് ആയിട്ട് നമ്മൾ ലഭിച്ച തുകയുടെ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ തുകയാണ് റീഇംബേഴ്സ് ചെയ്യാനായിട്ട് രണ്ടാമത്തെ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകാൻ കഴിയുന്നത്. അവിടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള ബാലൻസ് ട്രാൻസ്ഫർ ലെറ്ററും കൂടി ഉൾപ്പെടുത്തി വേണം അപേക്ഷ കൊടുക്കുവാൻ. 2 ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ഒരേ സമയം മുഴുവൻ തുകയും ലഭിക്കത്തില്ല. ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും തുക നമുക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. അടുത്തത് GPA കവറേജ് ഫുൾ ഫാമിലി മെമ്പേഴ്സിന് കിട്ടുമോ എന്നാണ്. GPA എന്നാൽ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻ്റ് ആണ്. അത് കാർഡ് ഹോൾഡർക്ക് മാത്രമേ, പ്രൈമറി ഇൻഷുറർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ, നേരത്തെ പറഞ്ഞതാണ്. മറ്റൊന്ന്, ആക്സിഡൻ്റൽ ഡെത്ത് അല്ലാതെ മറ്റെന്തെങ്കിലും കവറേജ് വിദേശത്ത് ലഭിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലഭിക്കില്ല. ആക്സിഡൻ്റൽ ഡെത്തിനുള്ള കവറേജ് വേൾഡ് വൈഡ് ലഭിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ബോഡി റീപേട്രിയേഷൻ എക്സ്പെൻസ് കവർ ചെയ്യുമോ എന്നുള്ളതാണ്. വിദേശത്ത് വെച്ച് ആക്സിഡൻറ്റ് മൂലം പ്രിൻസിപ്പൽ ഇൻഷുറർ മരണപ്പെട്ടാൽ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് വിദേശത്താണെങ്കിൽ 50,000 രൂപയും സ്വദേശത്ത് ഇന്ത്യയിൽ മറ്റ് സ്റ്റേറ്റിൽ എവിടെയെങ്കിലും ആണെങ്കിൽ 25,000 രൂപയുമാണ് കവർ ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ബാക്കിയൊക്കെ വെബ്സൈറ്റിൽ നിങ്ങൾക്കും ഇത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.